ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 81ാമത്തെ ശ്ലോകം നോക്കാം. പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷാത് തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യാകരോത് സ്വസദൃശം ഹരി. പാഞ്ചജന്യധ്വനിം. ഇവിടെ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടിരുന്നു, മറ്റുള്ള ഭക്തജനങ്ങളോടും അതുപോലെ വിമാനങ്ങളോടുമൊക്കെ കൂടിയിട്ട് സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ അവിടെ എത്തിച്ചേർന്നത് ആ ഭാഗവത സപ്താഹവേദിയിൽ എത്തിച്ചേർന്നത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോഴുള്ള ജയശബ്ദങ്ങളും നമശബ്ദങ്ങളും ഒക്കെ വിസ്തരിച്ചു കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ. ഇനിയും പറയുകയാണ്, അങ്ങനെ എത്തിച്ചേർന്ന ആ ഭഗവാൻ എന്താ ചെയ്തത്? പാഞ്ചജന്യധ്വനിം. പാഞ്ചജന്യത്തിൻ്റെ ഭഗവാന്റെ കയ്യിലുള്ള ആ പാഞ്ചജന്യത്തെ അങ്ങോട്ട് ധ്വനിപ്പിച്ചു, ആ ശംഖം അങ്ങോട്ട് ഊതി. ചക്രേ ഹർഷാത്തത്ര സ്വയം ഹരി. ഹർഷാത്തത്ര, ഹർഷാത് തത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഹർഷാത്തത്ര. ഹർഷാത് എന്ന് പറഞ്ഞാൽ ആ സന്തോഷാധിക്യം കൊണ്ട്, ഹർഷം എന്നാൽ സന്തോഷം, ഹർഷാത് അതുകൊണ്ട്, അത് ഉള്ളിലുണ്ടായ ആ ഒരു ആനന്ദം, ആനന്ദാതിരേകത്താൽ, സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് തത്ര അവിടെ സ്വയം ഹരിഹി, ആ ശ്രീഹരി ഭഗവാൻ സ്വയം തൻ്റെ ആ പാഞ്ചജന്യം എടുത്തങ്ങോട്ട് ഊതി, അങ്ങോട്ട് ധ്വനി മുഴക്കി. ഇവിടെ ധന്യമായ ആ ഒരു അന്തരീക്ഷത്തിൽ ഭഗവാന്റെ ആ പാഞ്ചജന്യ ധ്വനി അതിനൊരു വല്ലാത്ത നിർവൃതിയായിരുന്നു, വികാരമായിരുന്നു. അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ ഉളവാക്കിയ ആനന്ദാനുഭൂതി അത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല. അത്രമാത്രം ധന്യമായ ഒരു മുഹൂർത്തത്തിൽ കൂടിയായിരുന്നു അവിടെ കൂടിയിരുന്ന ആ സപ്താഹവേദിയിൽ കൂടിയിരുന്നവരൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാൻ തന്നെ തൻ്റെ ആ ശംഖമെടുത്തൊന്ന് ഊതുക എന്ന് പറഞ്ഞാൽ, ഭഗവാൻ എപ്പോഴും ഒന്നും ശംഖം ഊതുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഭഗവാൻ സ്വയം അങ്ങോട്ട് ശംഖൂതി. പിന്നെയോ കാരണം എന്ന് അങ്ങനെ ശംഖൂതിയിട്ട് പിന്നെന്താ ചെയ്തേ? ഗോകർണം തു, ആ ഗോകർണനെ ആകട്ടെ സമാലിംഗ്യാകരോത് സ്വസദൃശം ഹരിഹേ. അവിടെ സമാലിംഗ്യ അകരോത് സ്വസദൃശം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ സമാലിംഗ്യാകരോത് സ്വസദൃശം, ഇങ്ങനെ ചിലപ്പോൾ അവിടെ തന്നെ വാക്കുകൾ പിരിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ സമാലിംഗ്യാകരോത് സ്വസദൃശം, അതത്രയും ചേർത്ത് തന്നെയാവും കൊടുത്തിരിക്കുന്നത്. സമാലിംഗ്യ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക, അകരോത് ചെയ്തു. ഭഗവാൻ അങ്ങോട്ട് ആ ഗോകർണനെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു ഭഗവാൻ. എന്നിട്ടോ സ്വസദൃശം ഹരിഹി, സ്വസദൃശം തനിക്ക് തുല്യമായിട്ടുള്ള ആ രൂപത്തെ ഹരി അങ്ങോട്ട് അങ്ങനെ ഒരു രൂപമുള്ളവനാക്കി തീർത്തു ആ ഗോകർണനെ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അല്പനേരത്തേക്കാണെങ്കിൽ പോലും അത് ആ ഗോകർണൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഭഗവാൻ തൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട്. കാരണം ഇത്രയും ധന്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത ആ ഗോകർണന് ഇനി തന്നോടൊന്നും ആവശ്യപ്പെടാനില്ല. അത്രമാത്രം ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഗോകർണൻ ഇരിക്കുന്നത്. തന്നെയല്ല, തനിക്ക് ഇനി ഇതിൽ കൂടുതൽ ആ ധുന്ധുകാരിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനില്ല. എല്ലാം ചെയ്തു, ധുന്ധുകാരിയെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കുന്നു. ആ പ്രേതഭാവത്തിൽ നിന്നും മുക്തി ലഭിച്ചിരിക്കുന്നു. ഇനിയും ഈ ഒരു ധന്യനിമിഷത്തിൽ താൻ നിമിത്തമായിക്കൊണ്ട് തൻ്റെ സഹോദരനെ മോക്ഷത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സൃഷ്ടിയെ അല്ലെങ്കിൽ ഒരു ജന്മത്തെ, ഒരു വ്യക്തിയെ ഭഗവാനിങ്കലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞാൽ ഗുരുതുല്യനായ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു ധന്യത, അതിനപ്പുറം തനിക്ക് പിന്നെ ഒന്നും വേണ്ട എന്നുള്ള ഒരു ധന്യത, ഒരു നിറവ്, ഒരു
ആനന്ദ നിർവൃതി. അങ്ങനെ ഒരു അവസ്ഥയിലിരുന്ന ഗോകർണൻ ചോദിക്കാതെ തന്നെ ഭഗവാൻ നോക്കൂ, എത്ര മഹാപാപിയായിരുന്ന ധുന്ധുകാരിയെയും ആ സത്സംഗത്തിലൂടെ ആ ഗോകർണന് ഭഗവാനിങ്കിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഭഗവാനും അതൊരു വലിയൊരു സന്തോഷമാണ് നൽകിയത്. ഭഗവാൻ എളുപ്പം വന്ന് ആ ഗോകർണനെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു. നോക്കൂ, ആ ലക്ഷ്മി ഭഗവതിക്ക് മാത്രം ലഭിക്കുന്നതാണ് ആ കരവലയത്തിനുള്ളിൽ അങ്ങനെ അമർന്നു നിൽക്കുവാനുള്ള മഹാഭാഗ്യം. പിന്നെ അത് കിട്ടിയിട്ടുള്ളത് നമ്മൾ കുചേലൻ്റെ കഥയിൽ വരുമ്പോൾ കാണാം നമുക്ക്, കുചേലനെ മാറോടണച്ച് നിന്ന ഭഗവാനെ. അങ്ങനെ ഒരു ഭാഗ്യം ഇപ്പോൾ ദാ ഗോകർണനും സിദ്ധിച്ചിരിക്കുകയാണ്. എന്താ ഒന്നേ ചെയ്തുള്ളൂ, ഭാഗവത കഥ. ഭഗവാനെ അവിടുത്തെ ലീലകൾ, അവിടുത്തെ മായകളൊക്കെ, അവിടുത്തെ ആ ലീലാവിലാസങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് ഒരു ജീവനെ ഭഗവാനിങ്കലേക്ക് എത്തിച്ചു. പക്ഷേ ഭഗവാൻ അത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഭഗവാനെ ധ്യാനം ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ ലീലകൾ പറയുക. അങ്ങനെയുള്ള ലീലകളിലൂടെ ഗോകർണൻ ഇപ്പോൾ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവനായി തീർന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഗോകർണൻ ചോദിക്കാതെ തന്നെ ആ ഭഗവാന്റെ സാരൂപ്യ മോക്ഷം അങ്ങോട്ട് ഗോകർണന് കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്, സ്വസദൃശം ഹരിഹി, തൻ്റെ തന്നെ തുല്യമായ, തനിക്ക് തുല്യമായ ആ രൂപത്തെ ഭഗവാൻ അങ്ങോട്ട് ഗോകർണന് കൊടുത്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പാഞ്ചജന്യധ്വനിം ചക്രേ ഹർഷാത് തത്ര സ്വയം ഹരി ഗോകർണം തു സമാലിംഗ്യാകരോത് സ്വസദൃശം ഹരിഹി. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹർഷാത് തത്ര, അവിടെ ആദ്യത്തെ ത കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഹരി രണ്ടിടത്തും, ആദ്യത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും അവിടെ വിസർഗം വരുന്നുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സമാലിംഗ്യാകരോത് സ്വസദൃശം, അവിടെയും പദങ്ങൾ പിരിച്ചാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ളതെങ്കിൽ അങ്ങനെ, അതായത് സമാലിംഗ്യാകരോത് സ്വസദൃശം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതങ്ങനെ തന്നെ വായിക്കാം. അതല്ല ചേർത്താണെങ്കിൽ അത് കഴിയുന്നതും പിരിക്കാതെ ചേർത്ത് തന്നെ വായിക്കുക. ഇവിടെ സമാലിംഗ്യ അകരോതാണ്, അപ്പോൾ ആ ആകാരം ശ്രദ്ധിച്ച് വായിക്കുക, സമാലിംഗ്യ ആകരോത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ആ ഗോകർണന് ഇങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞ് ഭഗവാനിലേക്ക് എത്തിച്ച, ധുന്ധുകാരിയെ എത്തിച്ച ഗോകർണന് നമുക്ക് തോന്നാം അത് എളുപ്പമാണ് എന്ന്. നമ്മൾ കണ്ടിരുന്നു, ആ ഒരു സപ്താഹവേദിയിൽ ധാരാളം ആളുകൾ കേട്ടിരുന്നു ആ ഭാഗവതം. പക്ഷേ എത്രയോ സുഹൃത്തുക്കൾ, എത്രയോ സജ്ജനങ്ങൾ കൂടിയിരുന്ന ആ വേദിയിൽ ആ ധുന്ധുകാരി എന്ന ഒരു മഹാപാപിയായ ഒരാളിനെ ഭഗവാനിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ അതൊരു വലിയൊരു നേട്ടമാണ്. ആ ജന്മത്ത് നേടാവുന്ന വലിയൊരു, ഏതൊരു സജ്ജനത്തിനും ഏതൊരു ആചാര്യനും ആ ഒരു ജന്മത്ത് നേടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് അങ്ങനെയൊന്ന്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇങ്ങനെയൊരു അനുഗ്രഹം ഗോകർണന് കൊടുത്തു. ഇവിടെ നോക്കൂ, നമുക്ക് ഭഗവാൻ എന്ന സത്യത്തെ മനസ്സിലാക്കുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം അനന്തമാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ഒരു ചൈതന്യത്തെ, ഒരു ശക്തിയെ ഈ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന നമുക്ക് എങ്ങനെ അറിയാനാണ്? നമുക്ക് ഒരു കടലിൽ ഇടയ്ക്കിടെ പൊങ്ങി വരുന്ന കുമിളകൾ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. അത് ആ കുമിളയ്ക്കുള്ളിലിരിക്കുമ്പോൾ കടലിൻ്റെ വ്യാപ്തി കുമിളയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അറിയാൻ കഴിയാത്തതുപോലെ, എന്നാൽ ഒരിക്കൽ ആ കുമിള എന്നൊരു പരിമിതി ഭേദിച്ച് എപ്പോൾ അത് വീണ്ടും കടലിലേക്ക് ലയിക്കുന്നുവോ അപ്പോൾ കടലിൻ്റെ വ്യാപ്തി നന്നായി അറിയുന്നത് പോലെ, അല്ലെങ്കിൽ അപ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ഒരു വ്യാപ്തി നമുക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ മാത്രമാണ് ആ ഒരു ഗുണം നമ്മളിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി അറിയാൻ കഴിയുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ സൃഷ്ടിയും ഈ ദേഹമാണ് താനെന്ന് കരുതി ആ പരിമിതിക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ട്
ഇത് യാതൊന്നിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു നമുക്കൊക്കെ. ഈ ഒരു പരിമിതിക്കുള്ളിലാണ് നമ്മൾ നമുക്ക് ചുറ്റും ഒരു വട്ടം വരച്ച് ഇതാണ് ഞാനെന്ന് ധരിച്ചു വശായി നടക്കുന്നവരാണ്, കുമിള പോലെ. എന്നാൽ ഒരിക്കൽ ആ ഒരു ദേഹബോധം വെടിഞ്ഞു കഴിഞ്ഞാൽ, ദേഹാഭിമാനത്തിൻ്റെ പരിമിതി മുറിച്ച് പുറത്ത് കടന്നാൽ, ഈ സർവ്വവ്യാപിയായിട്ടുള്ള ഒന്നിൻ്റെ ഭാഗമാണ് താനെന്ന് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പൂർണ്ണമായും മാറിക്കഴിഞ്ഞാൽ, ആ സർവ്വവ്യാപിയായിട്ടുള്ള ശക്തിയുടെ ഗുണാതീതനായിട്ടുള്ള ഒന്നിൻ്റെ ആ ഭാവം അത് നമുക്കുമുണ്ടാകുന്നു. ഒരു കുമിള പൊട്ടി ഒരു കുമിളയ്ക്കുള്ളിലിരിക്കുമ്പോൾ കുമിള കടലിൽ നിന്നും വേർപെട്ട ഒന്നായി, അതിൽ നിന്നും ഭിന്നമായ ഒന്നായി തോന്നുമെങ്കിലും എപ്പോൾ അത് ആ കുമിളയുടെ ആ ഒരു പരിമിതി പൊട്ടിച്ച് കടലിൻ്റെ ഭാഗമായി തീരുന്നു, അപ്പോൾ കടലിലെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള ജലത്തിൻ്റെ അതേ ഗുണങ്ങൾ ഈ കുമിളയിലുണ്ടായിരുന്ന, കുമിള എന്ന് പറയുന്ന കടലിലെ ജലം തന്നെയാണ്, പക്ഷെ അത് ഭേദമായി ഉള്ളതായി മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം പൂർണ്ണമായും അറിയാൻ കഴിയാത്തതുപോലെ. കാരണം ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്നതാണ് ആ കുമിള. അപ്പോൾ അതിനെ നമ്മൾ രുചിക്കാൻ പോയി കഴിഞ്ഞാൽ, അതിനെ അറിയാൻ പോയി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോകും. അപ്പോൾ ആ പുറം ചട്ട ഭേദിച്ച് എപ്പോൾ വീണ്ടും അത് കടലിലെ ജലത്തിൻ്റെ ഭാഗമായി മാറുന്നു, അപ്പോൾ കടലിൻ്റെ ഗുണത്തെ അറിയാൻ കഴിയുന്നത് പോലെ നമ്മളൊക്കെ ഈ ദേഹമാണെന്നുള്ള ചിന്ത വെടിഞ്ഞ് എപ്പോഴാണോ ആ സർവ്വവ്യാപിയായിട്ടുള്ള ശക്തിയിലേക്ക് നമ്മളെ സ്വയം ലയിപ്പിക്കുന്നത്, അപ്പോൾ ആ ഈശ്വരാംശത്തിൻ്റെ ഭാവം, ആ ഒരു നിറവിൻ്റെ, തികവിൻ്റെ, ധന്യതയുടെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഭിന്നരല്ല എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനും നമ്മളും രണ്ടല്ല, നമ്മളും ഈശ്വരൻ തന്നെയായി മാറും. പിന്നെ നമ്മളില്ല, ഈശ്വരൻ എന്നൊന്നു മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മൾ വേറെ, ഈശ്വരൻ വേറെയാണ്, കടൽ വേറെ, കുമിള വേറെയാണ്. എന്നാൽ ഒരിക്കൽ അത് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ കടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ ധുന്ധുകാരി എപ്പോൾ തൻ്റെ പാപങ്ങളെല്ലാം വെടിഞ്ഞ് ഭഗവാനെ അങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞുവോ, അഥവാ തന്നെ ആ ഭഗവാന്റെ തലത്തിലേക്ക് ഉയർത്തുവാൻ, തന്നെ അങ്ങോട്ട് ഭഗവാനിലേക്ക് ലയിപ്പിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഭഗവാനും ധുന്ധുകാരിയും രണ്ടല്ല, ഒന്നായി മാറി. അങ്ങനെ നമുക്ക് സ്വയം തന്നെ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അപരിമിതമായിട്ടുള്ള ഒന്നിനെ അറിയുക എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരമായിട്ടുള്ളതാണ്. ഗുണങ്ങളുടെയും വാസനകളുടെയും രുചികളുടെയും ഒക്കെ, പിന്നെ ഈ ഷഡ്വൈരികളുടെ, കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദി ഷഡ്വൈരികളുടെ പിടിയിലാണ് നമ്മൾ. ഈ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് അപരിമിതമായിട്ടുള്ള ഒന്നിനെ ചിന്തിച്ച് അറിയുവാൻ പോലും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരിടത്തേക്ക് ഒരു സൃഷ്ടിയെ, ഭഗവാന്റെ ഒരു സൃഷ്ടിയെ അപരിമിതമായ ഒന്നിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഗോകർണന് കിട്ടിയ ഒരു ജന്മസാഫല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ധന്യ മുഹൂർത്തത്തിലേക്ക്, ഭഗവാന്റെ ആ മാറിടത്തിൻ്റെ താളമറിയുവാനുള്ള ഒരു മഹാഭാഗ്യത്തിലേക്ക്, ലക്ഷ്മി ദേവിക്ക് മാത്രം കിട്ടുന്ന ആ മഹാഭാഗ്യത്തിലേക്ക് ഭഗവാൻ ഗോകർണനെ തന്നെ അങ്ങോട്ട് ഉയർത്തി, തൻ്റെ അതേ രൂപമൊക്കെ കൊടുത്ത് സാരൂപ്യമോക്ഷത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ഗോകർണനെയും ഉയർത്തി. ഇനി നമുക്ക് അടുത്ത ശ്ലോകം 82-ാമത്തെ ശ്ലോകം നോക്കാം.
ശ്രോതൃനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസ കിരീടിനഃ കുണ്ഡലിനസ്തഥാ ചക്രേ ഹരിക്ഷണാത്. ശ്രോതൃനന്യാൻ, ശ്രോതൃൻ അന്യാൻ, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അന്യാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള, ശ്രോതൃൻ എന്ന് പറഞ്ഞാൽ അവിടെ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റുള്ളവരാ. അപ്പം നമ്മൾ കണ്ടിരുന്നു ആ സഭയിൽ ധാരാളം സുഹൃത്തുക്കൾ വേറെയുമുണ്ട്. അപ്പോൾ അവരുടെ കാര്യം പറയുകയാണ്. ഈ ഗോകർണന് ഇങ്ങനെയൊരു മഹാഭാഗ്യം കൊടുത്തു. മറ്റുള്ള അവിടെ കേട്ടോണ്ടിരുന്നവർക്കാകട്ടെ ഘനശ്യാമാൻ പീതകൗശേയവാസസ, ഘനശ്യാമാൻ, അവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അവരെയൊക്കെ ഘനശ്യാമളന്മാരും നീലവർണ്ണാഭിയോട് കൂടിയവരായിട്ടും, അതായത് പുതിയ കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയവരായിട്ടും, പീതകൗശേയവാസസ, മഞ്ഞപ്പട്ട് ധരിച്ചവരായിട്ടും, കിരീടിനഹ, കിരീടം വച്ചവരായിട്ടും, കുണ്ടലിനസ്തഥ, കുണ്ടലാദികളൊക്കെയും ധരിച്ച, കുണ്ടലാദികളൊക്കെ ധരിച്ചവരായിട്ടും, തഥ, കുണ്ടലിനസ്തഥ, കുണ്ടലിന തഥ ആണ്. തഥ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങനെ, അവിടെ ഉണ്ടായിരുന്നവരെ അങ്ങനെ ആക്കി. പിന്നെ പറയാം ചക്രേ ഹരിക്ഷണാത്, ഭഗവാനെ അവിടുന്ന് ക്ഷണാത്, ആ ക്ഷണത്തിൽ തന്നെ, കാരണം അവരുടെയൊക്കെ ഒരു സാന്നിധ്യവും കൂടി ചേർന്നിട്ടാണ്, ആ സജ്ജനങ്ങളുടെ ഒരു സാന്നിധ്യം, അവരിൽ നിന്ന് ഉണ്ടായ ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു സഭയിൽ, ആ സപ്താഹ വേദിയിൽ അവരിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഈശ്വരീയമായ ചൈതന്യം, ആ പ്രവാഹം, അതും കൂടി ധുന്ധുകാരിയെ എളുപ്പം ഭഗവാനിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി. അതുകൊണ്ട് ഭഗവാൻ ക്ഷണാതെ പെട്ടെന്ന് അവർക്കും അതിനുള്ള അനുഗ്രഹം കൊടുത്തെന്താ, അവിടെ കൂടിയിരുന്ന മറ്റുള്ളവർക്ക്, ശ്രോതാക്കളായി കൂടിയിരുന്നവരെയൊക്കെയും ഭഗവാൻ ഇവിടെ ഗോകർണന് കൊടുത്ത അതേ മഹാഭാഗ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഗോകർണനെ ആലിംഗനം ചെയ്യാനുള്ള ഒരു കാരുണ്യം കൂടി ഭഗവാൻ കാണിച്ചുവെങ്കിൽ മറ്റു കൂടിയിരുന്ന ആ സുഹൃതികൾക്കൊക്കെ ഭഗവാൻ തൻ്റെ അതേ രൂപം കൊടുത്ത് സാരൂപ്യമോക്ഷത്തിലേക്ക്, പുതുമേഘങ്ങളുടെ ആ നീല വർണ്ണശോഭയോടുകൂടിയ മഞ്ഞപ്പട്ടുടുത്ത കിരീട കുണ്ടലാദികൾ ധരിച്ച അതേ രൂപം കൊടുത്ത് ശ്രോതാക്കളെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാൻ ഒരു ഭേദഭാവവും അവിടെ കാണിച്ചില്ല. ഭഗവാന്റെ കഥകൾ പറഞ്ഞ ഗോകർണനെയും ശ്രോതാക്കളായിരുന്ന സുഹൃതികളെയും ഒരേപോലെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഗോകർണന് ഭഗവാന്റെ മാറോട് ചേരുവാനുള്ള ഭാഗ്യവും കൂടി കൊടുത്തത് മഹാപാപിയായിരുന്ന ധുന്ധുകാരിയെ അത്യന്തം ഭക്തിയുള്ളവനാക്കി മാറ്റി ആ ഭഗവാനിങ്കലേക്ക് ചേർത്തു എന്നുള്ള ഒരു പുണ്യകർമ്മവും കൂടി ചെയ്തതുകൊണ്ട് ഗോകർണനെ ഭഗവാൻ തൻ്റെ മാറോട് അണയ്ക്കുകയും കൂടി ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രോതൃനന്യാൻ ഘനശ്യാമാൻ പീതകൗശേയവാസസ കിരീടിനഃ കുണ്ഡലിനസ്തഥാ ചക്രേ ഹരിക്ഷണാത്. ഇവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശ്രോതൃനന്യാൻ, അവിടെ ശ്രോതൃൻ അന്യാനാണ്, നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് പീതകൗശേയവാസസ, ഇവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ തന്നെ കിരീടിന, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ഹരി, അവിടെ വരുമ്പോഴും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അതുപോലെ കുണ്ടലിനസ്തഥ, പൊതുവെ എളുപ്പമുള്ള, ബാക്കി പദങ്ങളൊക്കെ എളുപ്പമുള്ളതാണ്. ഇവിടെ നോക്കൂ, കഥ പറഞ്ഞ ഗോകർണനെയും കഥ കേൾക്കാൻ വന്ന ശ്രോതാക്കളെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാന് ആ ഭഗവത് ഭക്തരിൽ ഭഗവാന് ഭേദമൊന്നുമില്ല. എന്നാൽ ഭഗവത് കഥകൾ പറഞ്ഞ ഒരാളിനെ, ഭഗവാന്റെ ചരിതങ്ങൾ പറഞ്ഞ് ഒരാളിനെ ഭഗവാനിങ്കിലേക്ക് എത്തിക്കുക,
ഈ ആത്മീയമായ വഴിയിലേക്ക് എത്തിക്കുന്നവർക്ക് ഭഗവാൻ ഒരു പടി കൂടി ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അതാണ് ഇവിടെ ഗോകർണൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കാരണം ഭഗവാനിങ്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, ഈ ആത്മീയ പാതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭഗവത് കഥകളിലൂടെ ഒരാളിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുവാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. നമുക്കറിയാം, പ്രഹ്ലാദനും ചെയ്തത് ഇതേ കാര്യമാണ്. ആ ഭക്തപ്രഹ്ലാദൻ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ കഥകൾ തന്നെ എപ്പോഴും പറഞ്ഞിരുന്ന അതിലൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണെങ്കിൽ പോലും ആ ഹിരണ്യകശിപുവിനെയും ഭഗവാനെങ്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഭഗവാൻ ആ ഉണ്ണിയെ വാരിയെടുത്ത് മടിയിലിരുത്തി ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടു. ഹിരണ്യകശിപുവിനെയും വിട്ടില്ല, ഭഗവാനെങ്കിലേക്ക് എത്തിയല്ലേ, തൻ്റെ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ച് തന്നിലേക്ക് അങ്ങോട്ട് ചേർത്തു. ഹിരണ്യകശിപുവിനെയും ഭഗവാൻ അവിടെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതൊരാളെയും ഭഗവാനെങ്കിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ധന്യത ജീവിതത്തിൻ്റെ. അങ്ങനെ ഒരാളെയെങ്കിലും എത്തിക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിതം സഫലമായി എന്ന് തന്നെ നമുക്ക് കരുതാം. ഇവിടെ ഗോകർണന് ഇനി ഇതിൽ പരം എന്താണ് വേണ്ട? ഭഗവാന്റെ ആ ഒരു ആലിംഗനത്തിന് താൻ അർഹനായി തീരുക എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ കൂടുതൽ എന്ത് സുഹൃതമാണ് ആ ഗോകർണന് കിട്ടുവാനുള്ളത്? ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 83-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.